ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണേ. പല്ലവി ഈറ്റ്സിലെ ഓണം സദ്യ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തുണ്ട് വിശേഷം? എല്ലാവരും ഓണത്തിന്റെ തിരക്കിലായിരിക്കും അല്ലേ? സാധനം വാങ്ങുന്നതിന്റെ എല്ലാത്തിന്റെയും. ഞങ്ങളും അതുപോലെ തന്നെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനൊരു കാര്യം നിങ്ങളോട് പ്രത്യേകിച്ച് പറയുവാണ്. നിങ്ങളുടെ ഓണ സദ്യയുടെയൊക്കെ വിശേഷങ്ങളെല്ലാം എന്നെ ഒന്ന് അറിയിക്കണേ കമന്റ്സിൽ കൂടെ. അപ്പൊ നമ്മൾ സദ്യയുടെ അന്ന് രാവിലെ കുളിച്ച് റെഡിയായി കിച്ചണിൽ കയറുമ്പം എന്തെല്ലാം റെഡിയാക്കി വെക്കണം, എന്തൊക്കെ ചെയ്യണം, എപ്പോഴൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് ഇപ്പൊ ഞാൻ പറയാൻ പോണത്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. നമുക്ക് സദ്യയുടെ അന്ന് രാവിലെ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ കിച്ചണിൽ കയറിയ ഉടനെ തന്നെ വട കൂട്ടുകറിക്ക് നമ്മൾക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന് വേണം, അത് വെള്ളത്തിലിടണം. അതുപോലെ തന്നെ ഓലനുള്ള 1/2 ഗ്ലാസ് വൻപയർ, അതും വെള്ളത്തിലിടണം. ഇത് രണ്ടും കുതിരാൻ സമയമെടുക്കും. അത് കഴിഞ്ഞ് സാമ്പാറിനുള്ള ചെറിയ ഉള്ളി ഒരു 30 എണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പൊളിച്ചു വെക്കണം. അടുത്ത് 2 സവോള ക്ലീൻ ചെയ്യണം. അതിൽ 2 പൊട്ടറ്റോയും കൂടെ ചേർത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഇതെന്തോന്നിന്? വട കൂട്ടുകറിക്ക്. അടുത്ത് 1 സവോള, അത് ചെറുതായിട്ട് തോരന് കട്ട് ചെയ്യും പോലെ കട്ട് ചെയ്ത് വെക്കണം. അത് നമുക്ക് ആ ക്യാബേജ് തോരൻ ഉണ്ടാക്കാനാണ്. അടുത്ത് നമ്മൾ ചെയ്യാനുള്ളത് പാലടയ്ക്കുള്ള അട വേവിക്കണം. അതിനു വേണ്ടിയിട്ട് വെള്ളം കുറച്ച് തിളപ്പിക്കുക, ഈ അട ഇടുക, ഗ്യാസ് ഓഫ് ചെയ്യുക, അടച്ചു വെക്കുക. ഇതിനൊരു 5-6 മിനിറ്റേ എടുക്കുള്ളൂ. ഇനി അടുത്ത് നമുക്ക് തേങ്ങാപ്പാലാണ് റെഡിയാക്കേണ്ടത്. ടോട്ടലായിട്ട് പറഞ്ഞാല് ഒരു 4.25 ഗ്ലാസ് ഒന്നാം പാല് വേണം, ഒരു 6 ഗ്ലാസ് രണ്ടാം പാലും വേണം. അപ്പൊ ആദ്യം പ്രഥമന് ഒരു 2.5 ഗ്ലാസ് ഒന്നാം പാലും 4 ഗ്ലാസ് രണ്ടാം പാലും, വട കൂട്ടുകറിക്ക് ഒരു 3/4 ഗ്ലാസ് ഒന്നാം പാലും 2 ഗ്ലാസ് രണ്ടാം പാലും, ഓലന് 1 ഗ്ലാസ് ഒന്നാം പാല്. അപ്പൊ ടോട്ടൽ എല്ലാം കൂടെ 4.25 ഗ്ലാസ് ഒന്നാം പാലും 6 ഗ്ലാസ് രണ്ടാം പാലും റെഡിയാക്കണം. അപ്പൊ ഇത്രയും റെഡിയാക്കണ സമയം നമുക്ക് അടുപ്പ് ഫ്രീ ആയിട്ടിരിക്കുവാണ്. ഒരു 5 മിനിറ്റ് നമ്മൾ ആ അട വേവിക്കാൻ എടുത്ത സമയം മാത്രമേ അടുപ്പ് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ ആ സമയം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരു അടുപ്പിൽ റെഡിയാക്കാം. അടുത്ത അടുപ്പിൽ നിങ്ങൾക്ക് റൈസിന് വേണ്ടി എന്താണ്, ഇപ്പൊ നിങ്ങൾ കുക്കറാണ് യൂസ് ചെയ്യണമെങ്കിൽ കുക്കറിലിട്ട് അതൊന്ന് വിസിലേപ്പിച്ച് വെക്കാം. അല്ല നിങ്ങൾ വേറെ ഏത് വിധത്തിലാണോ റൈസ് ഉപയോഗിക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. റൈസ് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ ഇത് പറയുന്നത്. അപ്പൊ അന്ന് രാവിലെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതെല്ലാം ആയി കഴിഞ്ഞു. ഇനി അടുത്ത് നിങ്ങളുടെ വലിയൊരു കൺഫ്യൂഷൻ അടുപ്പ് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഞാൻ ഇനി പറയാൻ പോണത്. അപ്പൊ നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻ ആദ്യം ഏത് കറി വെക്കണം, എന്തൊക്കെ ചെയ്യണം, എപ്പോഴൊക്കെ ചെയ്യണം, അതാണ് ഇനി ഞാൻ പറയാൻ പോണത്. അപ്പൊ നിങ്ങൾ അതിനു മുന്നേ എനിക്കൊരു പ്രോമിസ് തരണം. ഒരു കാരണവശാലും നിങ്ങൾ ആ അടുപ്പ് ഒഴിച്ചിടില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം നിങ്ങൾ കുക്ക് ചെയ്യാനുള്ള സാധനം റെഡി ആവാതെ ഗ്യാസ് ഓഫ് ചെയ്യില്ല എന്നുള്ളത്. അതിലാണ് നിങ്ങളുടെ മിടുക്ക്. അപ്പൊ നമുക്കിനി എങ്ങനെ അടുപ്പ് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിന് നോക്കാം. ഏതാണ്ട് ഒരു 7 മണിയോടുകൂടി നമുക്ക് കറികൾ ഉണ്ടാക്കി തുടങ്ങണം. അപ്പോൾ ഞാൻ 2 അടുപ്പാണ് ഇതിനു വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ അടുപ്പില് നമുക്ക് സാമ്പാർ പരിപ്പ് കുക്കറിൽ വേവിക്കാൻ വെക്കാം. അതിന് 3 വിസിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ അടുപ്പില് സാമ്പാറിന്റെ കഷ്ണങ്ങളും വേവിക്കാൻ വെക്കണം. ഈ അടുപ്പിൽ തന്നെ സാമ്പാറിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പൊടിയിടുന്നതും എല്ലാം ഈ അടുപ്പിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏതാണ്ടപ്പോ സാമ്പാർ കടുക് വറുത്ത് റെഡിയായി എടുക്കാൻ 3/4 മണിക്കൂറോളം ആ അടുപ്പ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ നമ്മൾ ആദ്യം വെച്ച സാമ്പാർ പരിപ്പ് വേവിക്കാൻ വെച്ച ആ അടുപ്പില് ഒരു 20 മിനിറ്റ് ആകുമ്പോൾ സാമ്പാർ പരിപ്പ് ആവും. സാമ്പാർ പരിപ്പ് ആയി കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് അവിയൽ വെച്ച് അവിയൽ റെഡിയാക്കി എടുക്കാം. അവിയൽ ഏതാണ്ട് ഒരു 1/2 മണിക്കൂർ വേണ്ടി വരുവേ. അപ്പോഴത്തേക്കും നമ്മുടെ രണ്ടാമത്തെ അടുപ്പിലെ സാമ്പാർ ആയി കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഓലനുള്ള വൻപയറില്ലേ, അത് കുക്കറിലിട്ട് അടുപ്പിൽ വെച്ചൊരു 3 വിസില് കേൾപ്പിക്കാം. ഒരു 3 വിസിലിന് മാക്സിമം ഒരു 10 മിനിറ്റ് മതി. വൻപയർ വേവിച്ചു കഴിഞ്ഞാല് നമുക്ക് അടുത്ത് അതിലേക്ക് തോരൻ റെഡിയാക്കാം. തോരൻ ഒരു 15 മിനിറ്റ്, മാക്സിമം പോയ ഒരു 20 മിനിറ്റ്, 15 മിനിറ്റ് മതി നമുക്ക്. ഞാൻ പറഞ്ഞ രീതിക്കുള്ള തോരനാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ 15 മിനിറ്റ് ധാരാളം. ഈ തോരൻ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ അവിയൽ അവിടെ ഇപ്പുറത്തെ അടുപ്പിൽ റെഡിയായി കഴിഞ്ഞിരിക്കും. അപ്പൊ അവിടെ നമുക്ക് കിച്ചടി റെഡിയാക്കാം. 2 കിച്ചടിയും നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഏതാണ്ട് അത് ഒരു 3/4 മണിക്കൂർ ഒന്നും വേണ്ട, എന്നാലും ഞാൻ പറയുന്ന ഒരു 3/4 മണിക്കൂർ ഒന്ന്. ആ സമയത്ത് നിങ്ങൾ ഒരു കാര്യവും കൂടെ ഓർമ്മിക്കണം. നമ്മൾ തലേദിവസം റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരി കടുവറുത്തിട്ടില്ല. അപ്പൊ അതും കൂടെ ഈ കിച്ചടിക്ക് കടുവറക്കുന്നതിന്റെ കൂട്ടത്തിൽ അതും കൂടെ ഒന്ന് കടുക് വറക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ തോരൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് അത് മാറ്റിയിട്ട്
ആ അടുപ്പിലേക്ക് നമുക്ക് ഓലൻ റെഡിയാക്കണം. അതിനുവേണ്ടി വൻപയറിട്ട് വെച്ചിരിക്കുന്ന കുക്കറിൽ ഓലന്റെ കഷ്ണങ്ങളും ഇട്ട് അടച്ചു വെച്ചിട്ട് ഒരു വിസില്, കൂടുതൽ വേണ്ട, ഒരു വിസില് കേൾപ്പിച്ചാൽ മതി. അതിന് ഏതാണ്ട് ഒരു 5 മാക്സിമം പോയാൽ 10 മിനിറ്റ്. അത് കഴിഞ്ഞ ഉടനെ അതിലേക്ക് തന്നെ നമുക്ക് പ്രഥമനുള്ള കടലപ്പരിപ്പ് വേവിക്കണം. ഒരു 3 വിസില് കേൾപ്പിക്കണം. ഈ സമയത്ത് നമുക്ക് വട കൂട്ടുകറിക്കുള്ള വട അരച്ചെടുക്കണം. അത് കഴിഞ്ഞ് ആദ്യത്തെ അടുപ്പിലില്ലേ, അതിൽ നമുക്ക് കിച്ചടി ആയി കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോഴത്തേക്ക് നമുക്ക് അതില് വട കൂട്ടുകറിക്കുള്ള വടയും ഫ്രൈ ചെയ്തെടുക്കണം. കൂടെ പപ്പടവും റെഡിയാക്കി എടുക്കണം. ഇതിന് രണ്ടിനും കൂടെ മാക്സിമം ഒരു 15 മിനിറ്റ് മതി. അത് മാറ്റിയതിന് ശേഷം നമുക്ക് വട കൂട്ടുകറിക്ക് റെഡിയാക്കാം അതേ അടുപ്പില്. കടലപ്പരിപ്പിന്റെ വിസില് കേട്ട് കഴിഞ്ഞാല് പിന്നെയും ഓലന്റെ കുക്കർ അതേ അടുപ്പിൽ വെക്കണം. കാര്യം നമുക്ക് അതിൽ ഇനിയും തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും അതിൽ ചേർക്കാനുണ്ട്. അപ്പൊ അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാല് ആ അടുപ്പിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കാൻ വെക്കണം. അതിനൊരു 15-20 മിനിറ്റ് മതി. അത് കഴിഞ്ഞാൽ നമുക്ക് കുക്കറിൽ ചൗവരിയും കൂടെ വേവിക്കാൻ വെക്കണം. അതിന് ഒരു 15-20 മിനിറ്റ് മാക്സിമം മതി. അത് കഴിഞ്ഞാലാണ് നമ്മൾ കടലപ്രഥമന് വേണ്ടി തുടങ്ങുന്നത്. ഉരുളി അടുപ്പത്ത് വെക്കുക. പിന്നെ 1.5 മണിക്കൂർ നേരത്തേക്ക് ആ അടുപ്പ് നമുക്ക് ഒന്നിനും കിട്ടൂല. അതേസമയം ഇപ്പുറത്തെ അടുപ്പിലാണെങ്കിൽ വടക്കൂട്ടുകറി ആയിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് ആ അടുപ്പില് പാലട ഉണ്ടാക്കാൻ പോവാം. പാലടയ്ക്ക് മാക്സിമം ഒരു 40 മിനിറ്റ് മതി. അതിനിടയിൽ പാലട റെഡിയാവും. അപ്പൊ നമുക്ക് ഇതിലേക്ക്, നമ്മൾ ഇതുവരെയും പരിപ്പ് വെച്ചിട്ടില്ല, അപ്പൊ നമുക്ക് പാലട കഴിഞ്ഞാല് പരിപ്പ് റെഡിയാക്കുക. കൂടെ മോരും കൂടെ റെഡിയാക്കുക. ഒരു 11:45 ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ സദ്യ 99% കംപ്ലീറ്റ് റെഡി ആയി കഴിഞ്ഞിരിക്കും. ഇങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ്. അപ്പൊ അടുപ്പ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതും ആയി കഴിഞ്ഞു. അപ്പൊ അതിൽ ഇനി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് സദ്യ ഉണ്ടാക്കി, അതിന് വിളമ്പണ്ടേ? പ്രസന്റേഷനിലാണ് എല്ലാം. അപ്പൊ നമുക്കിനി സദ്യ എങ്ങനെ വിളമ്പണം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഇല ഇടുക എന്നുള്ളതാണ്. തലേ ദിവസമേ ഇല വൃത്തിയാക്കി വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇല ഇടാം. ഇല ഇടുന്നത് എങ്ങനെ? സദ്യ കഴിക്കാൻ ഇരിക്കുന്ന വ്യക്തിയുടെ ഇടതുവശത്താണ് ഇലയുടെ തുമ്പ് വരേണ്ടത്. അവിടെ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. എന്നിട്ട് ആദ്യം ആ തുമ്പലയുടെ അറ്റത്തായിട്ട് കുറച്ച് ഉപ്പ് വയ്ക്കുക. അടുത്ത് ഇഞ്ചിക്കറി, അതിൻ്റെ അടുത്ത് നാരങ്ങ, അതിൻ്റെ അടുത്ത് മാങ്ങ, അടുത്ത് നമുക്ക് സ്വീറ്റ് കറിയാണ് വെക്കേണ്ടത്. അത് കഴിഞ്ഞാൽ കിച്ചടി. ആദ്യം വെക്കുന്നത് നമ്മുടെ വെള്ളരിക്ക കിച്ചടി തന്നെയാണ്. അത് കഴിഞ്ഞ് ടൊമാറ്റോ കിച്ചടി, അതും കഴിഞ്ഞ് തോരൻ. അടുത്ത് വെക്കേണ്ടത് അവിയൽ. അവിയലിന് എനിക്ക് ഇലയ്ക്ക് സ്ഥലം കിട്ടാത്തതുകൊണ്ട് കുറച്ച് താഴ്ത്തി വെക്കുന്നു. അത് കഴിഞ്ഞ് കിച്ചടിയുടെ താഴെയായിട്ട് കൂട്ടുകറി, അതിന്റെ ഇപ്പുറത്തായിട്ട് ഓലൻ. അപ്പൊ നമ്മൾ തൊട്ടുകൂട്ടാനുള്ള കറികളെല്ലാം വിളമ്പി കഴിഞ്ഞു. അടുത്ത് നമുക്ക് തുമ്പലയുടെ താഴത്തെ വശത്ത് പപ്പടവും ചിപ്സും ഉപ്പേരിയും കൂടെ ഒരു പഴവും കൂടെ വെക്കണം. അപ്പൊ നമ്മൾ വിളമ്പി കഴിഞ്ഞു കംപ്ലീറ്റ്. കഴിക്കാനുള്ള ആള് വന്നിരുന്നതിന് ശേഷം മാത്രമേ ഇലയിൽ ചോറ് വിളമ്പാവൂ. അത് വിളമ്പി കഴിഞ്ഞാൽ ആദ്യം ഒഴിക്കേണ്ടത് പരിപ്പാണ്. അതിനു മുന്നേ ഒരു കാര്യം പ്രത്യേകിച്ച് പറയണു. നമ്മൾ എപ്പോഴും പരിപ്പായാലും ഒഴിക്കാനുള്ള കറി ഒഴിക്കുന്നത് വലതുവശത്തായിരിക്കും. ചോറ് ഇട്ടിരിക്കുന്നതിന്റെ വലതു ഭാഗത്താണ് ഒഴിക്കേണ്ടത്. പരിപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ അടുത്തൊഴിക്കുന്നത് നെയ്യാണ്. ഇനി അടുത്ത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം വെക്കണം. അത് ഇടതുവശത്ത് തുമ്പലയുടെ മോൾ ഭാഗത്തായിട്ട് വെക്കണം. സദ്യ കഴിക്കുന്ന ആള് പരിപ്പ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് വിളമ്പാനുള്ളത് സാമ്പാറാണ്. സാമ്പാർ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ വിളമ്പേണ്ടത് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കടലപ്രഥമൻ. കടലപ്രഥമനും കൂടെ കഴിഞ്ഞാലോ അടുത്ത് പാലട. ഇനി അടുത്ത് പായസവും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലയിൽ കുറച്ച് ചോറും കൂടെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് പുളിശ്ശേരി കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം വലതു ഭാഗത്താണ്. ഈ കറികളെല്ലാം വലതു ഭാഗത്താണ് ഒഴിക്കേണ്ടത്. ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുവാണ്. അത് കഴിഞ്ഞ് രസം, അതിൻ്റെ അടുത്ത് മോര്. രസവും മോരും തീർച്ചയായിട്ടും ഒരു സദ്യയിൽ നിങ്ങൾ ഉപയോഗിച്ചിരിക്കണം. കാര്യം നമുക്ക് ഇത്രയും കഴിച്ച ആ ചോറിൻ്റെയും അതുപോലെ തന്നെ സ്വീറ്റിൻ്റെയൊക്കെ കെട്ടങ്ങ് വിടാൻ വേണ്ടിയിട്ടാണ് രസവും മോരും ഉപയോഗിക്കാൻ പറയുന്നത്. അങ്ങനെ നമ്മുടെ സദ്യ നമ്മൾ വിളമ്പി കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് സദ്യയുടെ തലേ ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു. സദ്യയുടെ അന്ന് രാവിലെ എഴുതിച്ച് എന്തെല്ലാം ചെയ്യണമെന്ന് മനസ്സിലായി കഴിഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് അടുപ്പ് എങ്ങനെ മാനേജ് ചെയ്ത് കുക്ക് ചെയ്യണമെന്ന് മനസ്സിലായി കഴിഞ്ഞു. എങ്ങനെ സദ്യ വിളമ്പണമെന്നും മനസ്സിലായി കഴിഞ്ഞു. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന പ്രോമിസ് ആണ്. കാര്യം ഞാൻ ഇതേ രീതിക്കാണ് ഫോളോ ചെയ്യുന്നത്. എനിക്ക് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത്,
ഞാൻ കുറച്ച് സ്പീഡിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങളും സദ്യയുടെ അന്ന് സ്ലോയിൽ നിൽക്കരുത്, കുറച്ച് സ്പീഡിലും കൂടെ നിൽക്കണം. പിന്നെ വേറൊരു വലിയൊരു റിക്വസ്റ്റ് ആ വീട്ടിലുള്ള ബാക്കി ഫാമിലി മെമ്പേഴ്സിന് ഞാൻ തരുന്നുണ്ട്. സദ്യയുടെ അന്ന് ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്താൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും. നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടുകൂടി നമുക്ക് കഴിക്കാനും പറ്റും. അതായത് ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സും കൂടെ കുക്ക് ചെയ്യുന്ന വ്യക്തിയെ ഹെൽപ്പ് ചെയ്താൽ വളരെ സന്തോഷം. ഇനി അങ്ങനെ അല്ല, നിങ്ങൾ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ ഷെഡ്യൂൾ അനുസരിച്ച് പോകുന്ന ഒരു കുഞ്ഞിന് ഒരു കാരണവശാലും ഒരു പ്രയാസവുമില്ലാതെ സന്തോഷത്തോടെ കുക്ക് ചെയ്യാൻ പറ്റും. പല്ലവി ഈറ്റ്സിലെ ഫാമിലി മെമ്പേഴ്സിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ വർഷങ്ങളാകട്ടെ ഇനിയുള്ള ഓരോ വർഷവും. അപ്പൊ ഒന്നും കൂടെ എല്ലാവർക്കും പല്ലവി ഈറ്റ്സിന്റെ ഓണാശംസകൾ. താങ്ക് യു.